നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. ബാഴ്സ ഫുട്ബോൾ ക്ലബിൻ്റെ ബാഴ്സലോണ എഫ് സിയുടെ പ്രസിഡൻ്റായി വീണ്ടും ജുവൽ ലാപ്പോർട്ട തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. വിക്ടർ ഫോണ്ടിനെ ആണ് ലാപ്പോർട്ട തോൽപ്പിച്ചത്. ഏതാണ്ട് 68% അടുക്കുന്ന വോട്ടിംഗ് ശതമാനമാണ് ലാപ്പോർട്ടയ്ക്ക് ലഭിച്ചത്. ഫോണ്ടിന് 29% വോട്ടാണ് ലഭിച്ചത്. അതായത് ലാപ്പോർട്ടയ്ക്ക് 32,000-ലധികം വോട്ട് ലഭിച്ചപ്പോൾ ഫോണ്ടിന് ഏതാണ്ട് 14,000-ന് മീതെയുള്ള വോട്ടാണ് കിട്ടിയത്, 15,000-ന് താഴെ. അപ്പോൾ നല്ല വ്യത്യാസം, വളരെ വലിയ വ്യത്യാസത്തിലാണ് ലാപ്പോർട്ട വീണ്ടും ബാഴ്സലോണയുടെ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ബാഴ്സലോണയുടെ പ്രസിഡൻ്റായി ഇനി 2031 വരെ, 5 വർഷമാണ് ആ കാലാവധി. ഇപ്പോൾ 2026 2031 വരെ ലാപ്പോർട്ട തുടരും. എല്ലാവർക്കും നന്ദി. ലാപ്പോർട്ട സ്റ്റേറ്റ്മെൻറ്റിലൂടെ, വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചിട്ടുണ്ട്. എല്ലാവരും ഇലക്ട്രൽ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് നടന്നു. വിക്ടർ ഫോണ്ടിനെ അദ്ദേഹം അഭിനന്ദിക്കുന്നുണ്ട്. ഒപ്പം എല്ലാവർക്കും നന്ദി പറഞ്ഞിട്ടുണ്ട്. ബാക്കി ഇനി 5 കൊല്ലം നല്ല മികച്ച സ്പെയിനിലെ ഫുട്ബോൾ പ്രവർത്തനങ്ങൾക്ക് പ്രത്യേകിച്ച് ബാഴ്സലോണ ക്ലബിൻ്റെ മികച്ച പ്രവർത്തനങ്ങൾക്ക് വേണ്ടി തയ്യാറാകും, അതിനുവേണ്ടി നീക്കിവെക്കും, അതിനുവേണ്ടി ഏറ്റവും നല്ല പ്രവർത്തനം നടത്തും എന്ന രീതിയിലൊക്കെ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് അദ്ദേഹം സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിട്ടുണ്ട്. എന്തായാലും ലാപ്പോർട്ട ബാഴ്സലോണ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടു എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത.